വേൾഡ് കപ്പ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഫിഫ റാങ്കിങ്ങിൽ കാര്യമായ മാറ്റങ്ങൾ തന്നെ സംഭവിക്കുന്നു. കാരണം പല മത്സരങ്ങളിലും കുഞ്ഞൻ ടീമുകളോട് വമ്പൻ ടീമുകൾ പരാജയപ്പെടുന്നത് കണ്ടു. പരാഗ്വേയോട് മുന്നിൽ വമ്പന്മാരായ ജർമ്മനി അടിയറവ് പറഞ്ഞു. നെതർലാൻഡ് മൊറോക്കോ മത്സരത്തിൽ കൂടുതൽ പേരും പ്രവചിച്ചിരുന്നത് നെതർലാൻഡ് വിജയിക്കുമെന്നായിരുന്നു. പക്ഷെ എന്തു സംഭവിച്ചു? വമ്പന്മാരായ ഇംഗ്ലണ്ട് DR കോങ്കോയോട് അവസാന നിമിഷമാണ് വിജയം ഏറ്റുവാങ്ങിയത്. അങ്ങനെ വേൾഡ് കപ്പിൽ പ്രവചനാതീതമായ മത്സരങ്ങളും ഫലങ്ങളും വന്നുകൊണ്ടേയിരിക്കുകയാണ്. നിലവിൽ പഴയതുപോലെയല്ല, ഫിഫ റാങ്കിംഗ് ലൈവ് അപ്ഡേഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. ആദ്യ 10-ൽ വലിയ മാറ്റങ്ങളാണ് സംഭവിച്ചിട്ടുള്ളത്. 1-ാം റാങ്ക് വരെ മാറിയിട്ടുണ്ട്. നമുക്ക് റാങ്കിംഗ് നോക്കാം. റാങ്കിങ്ങിൽ 10-ാം സ്ഥാനത്ത് മെക്സിക്കോയാണ്, 1754 പോയിന്റ്. ഫിഫ റാങ്കിങ്ങിൽ 4 സ്ഥാനം മെച്ചപ്പെടുത്തിക്കൊണ്ടാണ് മെക്സിക്കോ 10ലേക്ക് എത്തി നിൽക്കുന്നത്. മാറ്റങ്ങളൊന്നുമില്ലാതെ 1756 പോയിന്റുമായി ബെൽജിയം 9-ാം സ്ഥാനത്ത്. 3 സ്ഥാനങ്ങൾ പിന്നോട്ടിറങ്ങി ക്രിസ്റ്റ്യാനോ റൊണാൾഡോയുടെ പോർച്ചുഗൽ 8-ാം സ്ഥാനത്തെത്തി നിൽക്കുകയാണ്, 1764 പോയിന്റ്. ഒരു സ്ഥാനം മെച്ചപ്പെടുത്തി വേൾഡ് കപ്പിൽ നിന്ന് പുറത്തായ നെതർലാൻഡ് 1775 പോയിന്റുമായി റാങ്കിങ്ങിൽ 7-ാം സ്ഥാനത്താണ്. 7-മതുണ്ടായിരുന്ന മൊറോക്കോ ഒരു സ്ഥാനം മെച്ചപ്പെടുത്തി 1788 പോയിന്റുമായി റാങ്കിങ്ങിൽ 6-ാം സ്ഥാനത്തേക്ക് എത്തിയിരിക്കുകയാണ്. ലാറ്റിൻ അമേരിക്കൻ കരുത്തരായ ബ്രസീൽ നിലവിൽ 6-മതായിരുന്നു. ഇപ്പോൾ ഇതാ ഒരു സ്ഥാനം മെച്ചപ്പെടുത്തി 5ലേക്ക് എത്തിയിരിക്കുകയാണ്, 1804 പോയിന്റാണ് ബ്രസീലിന്. 4-ാം സ്ഥാനത്ത് മാറ്റങ്ങളൊന്നുമില്ലാതെ ഇംഗ്ലണ്ട്, 1850 പോയിന്റാണ് ഇംഗ്ലണ്ടിനുള്ളത്. 3-ാം സ്ഥാനത്ത് സ്പെയിനാണ്. നിലവിൽ 2-ാം സ്ഥാനത്തുണ്ടായിരുന്ന സ്പെയിൻ ഒരു സ്ഥാനം പിന്നോട്ടിറങ്ങി 3-മതെത്തി നിൽക്കുന്നു, 1879 പോയിന്റാണ് സ്പെയിനിനുള്ളത്. നിലവിൽ 1-ാം സ്ഥാനത്തുണ്ടായിരുന്ന ലോക ചാമ്പ്യന്മാരായ അർജന്റീന 2-ാം സ്ഥാനത്തേക്ക് എത്തിയിരിക്കുന്നു, 1907 പോയിന്റുമായി അർജന്റീന 2-ാം സ്ഥാനത്താണ്. ഫ്രാൻസ് കുതിക്കുകയാണ്. 3-മതുണ്ടായിരുന്ന ഫ്രാൻസ് ഇതാ ഇപ്പോൾ 1-ാം സ്ഥാനത്തേക്ക് എത്തിയിരിക്കുകയാണ്, 1916 പോയിന്റുമായാണ് ഫ്രാൻസ് 1-ാം സ്ഥാനത്തെത്തി നിൽക്കുന്നത്. വമ്പൻ കുതിപ്പാണ് നിലവിലെ ലോക റണ്ണേഴ്സപ്പുകളായ ഫ്രാൻസ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇത്തവണ വേൾഡ് കപ്പിന്റെ പവർ റാങ്കിങ്ങിലും ഫ്രാൻസ് 1-ാം സ്ഥാനത്തേക്ക് എത്തിയിട്ടുണ്ട്. കൂടുതൽ ഫുട്ബോൾ വാർത്തകൾക്കും വേൾഡ് കപ്പ് വിശേഷങ്ങൾക്കും വേണ്ടി ചാനൽ ഇപ്പോൾ തന്നെ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക.